ഈ നാലാള് കൂടി സംസാരിക്കുമ്പോൾ അതിൽ മറ്റുള്ളവരോ മോശങ്ങളാണ്, അല്ലെങ്കിൽ ഒരു യാതൊരു പോസിറ്റീവ് വൈബല്ലാതെ നെഗറ്റീവാണ് നമ്മൾക്ക് അറിയുന്ന നമ്മളെ സുഹൃത്തുക്കളെ കുറിച്ചൊക്കെ ഈ മോശം പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നാളെ ആ ഒരു നാലാള് കൂടി സഭയിൽ നിന്ന് അതിനൊരാൾ എണീറ്റ് പോയി കഴിഞ്ഞാല് അവന്റെ കുറ്റങ്ങളായിരിക്കും ഈ 3 പേരും കൂടെ പറയുന്നുണ്ടാവുക. അപ്പൊ ഒരിക്കലും ഈ സഭയിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ആരെങ്കിലൊക്കെ മോശങ്ങൾ പറയുമ്പോൾ അതിന്റെ കൂടെ ചേർന്ന് സംസാരിക്കാൻ ഒരിക്കലും നമ്മൾ ശ്രമിക്കരുത്. കാരണം എന്താണെന്നറിയോ, നാളെ നമ്മളായിരിക്കും അവരേരാ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒഴിഞ്ഞു മാറുന്നതായിരിക്കും നല്ലത്. മിണ്ടിയില്ലെങ്കിൽ മിണ്ടിയില്ലാന്നേ ഉള്ളൂ. പക്ഷെ എന്തിനാണ് നമ്മൾ മറ്റൊരാളെ മോശം പറയുന്നത്? നമ്മളൊക്കെ ഇത്ര തികഞ്ഞവരാണോ? അല്ലല്ലോ. പക്ഷെ അത് ആരും മനസ്സിലാക്കൂല. പറയുന്ന ആ ഒരു ഹരത്തില് എല്ലാവരും കൂടി പറയുമ്പോൾ അത് ഭയങ്കര സംഭവമായിട്ടും നമ്മൾ ഏറ്റവും തികഞ്ഞവരായിട്ടൊക്കെ സംസാരിക്കുന്നവരായിരിക്കും. ഇത്തരം സംസാരങ്ങളും നെഗറ്റീവായിട്ട് ഒരാളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് മാക്സിമം നിങ്ങൾ എഴുന്നേറ്റ് പോകും. നാളത്തേരെ നമ്മളായിരിക്കും എന്നുള്ള ഒരു ബോധം നമ്മൾക്കുള്ളിൽ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ സഭയിൽ ഇന്ന് ഇത്തരം സംസാരങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ആൾക്കാരൊന്നും ഒരിക്കലും നിങ്ങൾ ഭയങ്കരമായി വിശ്വസിക്കാനോ അല്ലെങ്കിൽ ഭയങ്കര പൊക്കി പറയാനോ ഒന്നും നിൽക്കരുത്. കാരണം കാണുമ്പോഴതേ ഉണ്ടാവുള്ളൂ. പോയി കഴിഞ്ഞാലേ നമ്മൾക്കറിയാം ഇവരിങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ അതിന്റെ ആവുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇത്തരം സംസാരങ്ങൾ മാറി നിൽക്കുന്നത്.